Hi friends, welcome to Travel Tumbi channel. Once again, we are still going on with our Alpine trip, and today is the fourth day in our trip and second day in Switzerland. Yes, we are in Lucerne now and heading to one of the iconic and most beautiful mountain, Mount Titlis. ടിറ്റ്ലേസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ലുസേനയിൽ നിന്ന് മൗണ്ട് ടിറ്റ്ലിസ് എന്നുള്ളൊരു മൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ലുസേനയിൽ നിന്ന് എങ്കിൽബർഗിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ അവിടെ നിന്ന് എങ്കിൽബർഗിൽ നിന്നാണ് നമുക്കൊരു കേബിൾ കാർ വഴി ടിറ്റ്ലിസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എങ്കിൽബർഗ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ലുസേനയിൽ നിന്ന്. നമ്മൾ 40 മിനിറ്റ് കൊണ്ട് എങ്കിൽബർഗിലെത്തും. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ എങ്കിൽബർഗിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ലുസേൻ സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ ഒരു 9 മണിയോടുകൂടി അവിടെ എത്തി. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറിയാണ് ഞങ്ങൾ ലുസേൻ സ്റ്റേഷനിലെത്തിയത്. ഇനി 45 മിനിറ്റാണ് എങ്കിൽബർഗിലേക്കുള്ള യാത്ര. ഈ യാത്ര എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹരമായ ആ പർവ്വതനിരകളും അതുപോലെ താഴ്വരകളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. സമ്മർ സമയമായതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ലൊരു പച്ച വിരിച്ച പർവ്വതനിരകളും അതുപോലെ താഴ്വരകളൊക്കെ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഇതുപോലുള്ള മനോഹരമായ നിരവധി ഗ്രാമങ്ങൾ കടന്നിട്ടാണ് നമ്മൾ എങ്കിൽബർഗിലേക്ക് എത്തുന്നത്. അപ്പോൾ ലുസേനിൽ നിന്ന് വരുമ്പോൾ എങ്കിൽബർഗിൽ വന്നിട്ട് നമുക്ക് ടിറ്റ്ലിസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ സൂരിച്ചിൽ നിന്നാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ നെറ്റിൽ നോക്കി കണ്ടിരുന്നു. അതുകൂടാതെ SBB, അതായത് ഇവിടുത്തെ ട്രെയിൻ സർവീസാണ്, അവരുടെ ഓഫീസിൽ പോയിട്ട് എങ്ങനെയാണ് ഈ റൂട്ട് അല്ലെങ്കിൽ ടിറ്റ്ലിസിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ലുസേനിൽ നിന്ന് എങ്കിൽബർഗിലേക്കുള്ള ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾ ട്രെയിനിൻ്റെ ഏത് സൈഡിലിരുന്നാലും ഇടതുവശത്തോ വലതുവശത്തോ ഇരുന്നാലും ഈ പർവ്വതനിരകളുടെ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് നല്ലൊരു പച്ചപ്പായിട്ട് കാണുന്നത്. നിങ്ങൾ വിൻ്ററിലൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഇരുവശവും മഞ്ഞു മൂടിയ താഴ്വരയായിരിക്കും അത്. ആ മലനിരകളും അതേ പൈൻ മരങ്ങളും മാത്രമേ ഒരു ചെറിയൊരു പച്ചപ്പ് മാത്രം ഉണ്ടാവുള്ളൂ. അത് വേറൊരു ഭംഗിയാണ്. സ്വിറ്റ്സർലൻഡിലെ വിൻ്റർ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ കൃത്യം 45 മിനിറ്റ് കൊണ്ട് ഞങ്ങളിതിപ്പോൾ എങ്കിൽബർഗ് സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുണ്ടോ. ഇവിടുത്തെ സമയനിഷ്ഠ എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനിൻ്റെയൊക്കെ എത്ര സമയമാണ് എത്ര മിനിറ്റാണ് എന്ന് വരെയും അത് കറക്റ്റ് ആയിരിക്കും. 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആഹാ, എന്തൊരു ശുദ്ധമായ വായു! അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് നല്ലൊരു ടൗൺ തന്നെയാണ് എങ്കിൽബർഗ്. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് ടിറ്റ്ലിസിലേക്ക്, ആ ബേസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട്. എങ്കിൽബർഗ് എത്തിക്കണ്ടോ. എങ്കിൽബർഗിൽ ഇവിടെ നിന്നാണ് നമുക്ക് ടിറ്റ്ലിസിലേക്ക് പോകേണ്ടത്. ബാക്കിലേക്ക് നോക്കി, നല്ല കിടിലൻ മൗണ്ടൻ, മഞ്ഞൊക്കെ മൂടി, നല്ല അടിപൊളി സ്ഥലമുണ്ടോ, നല്ല വെതറാണ് ഇപ്പോൾ. ലുസേൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് നമുക്ക് ഈ ടിറ്റ്ലിസ് ബേസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരു ഷട്ടിൽ സർവീസ് ബസ് ഉണ്ട്. അത് ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മളവിടെ എത്തിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിരിക്കും നമ്മളവിടെ എത്തുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാർ വഴി മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ നടക്കാൻ തീരുമാനിച്ചത് വേറെ ഒന്നുമല്ല, ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചകളുള്ളപ്പോൾ നമ്മൾ എന്തിനാ ബസ്സിൽ കയറി സമയം കളയുന്നത്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയൊരു പനോരമിക് ദൃശ്യമാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മലനിരകളൊക്കെ കാണുന്നില്ലേ. ഇപ്പോഴും അവിടെ ചില മലനിരകളിൽ മഞ്ഞുണ്ട്. വേനൽ സമയമാണെന്ന് ഓർക്കണം. അതുപോലെ ഇതിൻ്റെ മുന്നിലൂടെ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. ആ അരുവിയിലെ വെള്ളം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. സൂര്യ തേജുവിനും എടുത്ത് നടക്കുകയാണ്. ഇത്രയും നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തേജു ഉറങ്ങിപ്പോയി. ഞങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ട് അവനോട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എനിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആള് നല്ല സുഖിച്ച് കിടക്കുകയാണ്. ശരിക്കും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എത്താനുള്ള സമയം. പക്ഷേ ആളുകൾ എത്തുന്നത് 15 മിനിറ്റും 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ക്യാമറ എവിടെ വെച്ചാലും നല്ല ഫ്രെയിമാണല്ലോ, നല്ല പനോരമിക് ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ആ നീലയും പച്ചയും കലർന്ന വെള്ളത്തിൻ്റെ ആ ഒരു മായാജാലമൊക്കെ കണ്ട് ആൾക്കാർ എത്തുമ്പോൾ ഏകദേശം അത്രയും സമയം എടുക്കും. എന്തായാലും അത്രയ്ക്ക് മനോഹരമാണ് ഈ എങ്കിൽബർഗ് എന്നുള്ള ഈ ഒരു ഗ്രാമം. അതുമാത്രമല്ല, അവിടെ എത്തിയിട്ട് നമുക്ക് ഇന്ന സമയത്ത് മാത്രമാണ് കേബിൾ കാർ ഉള്ളതെന്നില്ല. ഏത് സമയത്തും നമ്മൾ ചെല്ലുന്ന സമയത്ത് കേബിൾ കാർ അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കയറി പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് ആ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. ലുസേണിലെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ ടിറ്റ്ലിസ് സന്ദർശനം. പക്ഷേ അത്രയ്ക്കുള്ള തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല.
ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. കാരണം ഈ യോങ്ഫ്രോ പാസിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നു. ഏകദേശം 96 ഷെഫാണ്, അതായത് നമ്മുടെ 10,000 രൂപ അത്രയോളം വരും ഈ ടിക്കറ്റ് നിരക്ക്. അപ്പോൾ 2 പേർക്കാവുമ്പോൾ 20,000 രൂപ. അപ്പം ഞങ്ങൾക്ക് ഈ 5 ദിവസത്തെ യോങ്ഫ്രോ ട്രിപ്പിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണ്ട, ആ ഉള്ള ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്താൽ മതി. കേബിൾ കാറിലേക്ക് കയറാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എത്തി. കേബിൾ കാറുകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരെണ്ണത്തിലേക്ക് ഞങ്ങൾ കയറി. ഞങ്ങൾക്കൊപ്പം 1-2 യാത്രക്കാർ കൂടിയുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കേബിൾ കാർ യാത്ര, അതായത് ടിറ്റ്ലിസിലേക്കുള്ള യാത്ര എങ്കിൽബർഗിൽ നിന്ന് ഒരുക്കുന്നത്. ആദ്യം എങ്കിൽബർഗിൽ നിന്ന് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആ കാറിലാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ എങ്കിൽബർഗ് ടൗണിൻ്റെ നല്ല വിശാലമായ ഒരു പനോരമിക് ദൃശ്യം നമുക്ക് കാണാം. ഞങ്ങൾ നടന്നു വന്ന വഴികളൊക്കെയാണ് കാണുന്നത്. അതുപോലെ കാറുകളൊക്കെ ചെറുതായി അല്ലേ, നമുക്ക് ഇവിടെ നിന്ന് കാണാം എത്ര ചെറുതായിട്ടാണ് കാണുന്നത്. നല്ല പച്ച പുൽമേടുകളുടെയും അതുപോലെ പൈൻമരക്കാടുകളുടെ ഇടയിലൂടെ ഞങ്ങളുടെ ഗൊണ്ടോള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളാണത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഈയിടെ ചെയ്ത ഇതുപോലുള്ള യാത്രകൾ ഓസ്ട്രിയയിലും അതുപോലെ കസാക്കിസ്ഥാൻ അൽമാറ്റിയിൽ, പിന്നെ കാശ്മീരിൽ, നമ്മുടെ സ്വന്തം കാശ്മീരിലും ചെയ്തിട്ടുണ്ട്. കാശ്മീരിനെയും മറ്റുള്ള രാജ്യങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റി. ഭൂപ്രകൃതി എല്ലാം സെയിം ആണ്, പക്ഷേ വൃത്തിയുടെ കാര്യം, അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ടൂറിസം അത്രയ്ക്ക് അങ്ങനെ ഡെവലപ്പ് ആവാത്തത്. എന്നാലും കാശ്മീർ ഈയിടെയായിട്ട് അത്യാവശ്യം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഹൈജീനിക്, ഇവിടെ ഒന്നും മാലിന്യങ്ങളുടെ ഒരു അവശിഷ്ടം പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കാശ്മീർ അങ്ങനെയല്ല. പോകുന്ന വഴിക്കൊക്കെ ആ റോഡുകളിലൊക്കെ കുതിരച്ചാണകം, കഴുതച്ചാണകം ഇതെല്ലാം നിറഞ്ഞ ഒരു വൃത്തിഹീനമായ ഒരു പരിസ്ഥിതിയാണ് അവിടെ ഉള്ളത്. കാഴ്ചകൾക്കൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ഗൊണ്ടോള ഇപ്പോൾ ഫേസ് 1 ഏകദേശം കഴിയാറായിട്ടോ. അങ്ങകലെ മലമുകളിൽ ആ മഞ്ഞ് വീണിരിക്കുന്ന യോങ്ഫ്രോ മലനിരകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനി അങ്ങോട്ടാണല്ലോ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റ്മെൻ്റ് ആയി. അടുത്ത സെക്കൻഡ് ഫേസിലോട്ട് നമ്മൾ ഇനി കിടക്കുകയാണ്. അതായത് എങ്കിൽബർഗിൽ നിന്ന് ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇനി റിവോൾവിങ് കേബിൾ കാറിലോട്ട് നമ്മൾ കയറണം. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമുള്ളൊരു കേബിൾ കാറാണത്. സാധാരണ കൊണ്ടുള്ള ഒരു 6 പേർക്കൊക്കെയാണല്ലോ. ഇതൊരു 30-40 പേർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. 2ാം ഘട്ട യാത്ര അതിഗംഭീരമാണ് കേട്ടോ. അതായത് സ്റ്റാൻഡിൽ നിന്ന് നമ്മളിനി ടിറ്റ്ലിസിലേക്ക്, മൗണ്ട് ടിറ്റ്ലിസിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള യാത്രയാണിത് 2ാം ഘട്ടം. ഈ 2ാം ഘട്ടത്തിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട വരണ്ട പർവ്വത ഭൂമിയിൽ നിന്നും മാറിയിട്ട് മഞ്ഞുമൂടിയ മലനിരകൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണത്. മഞ്ഞുമൂടിയ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ജൂൺ മാസത്തിലാണെന്ന് ആലോചിക്കണം. ജൂൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും സമ്മർ പീക്ക് സമയമായി നിൽക്കുന്ന മാസങ്ങളിലൊന്ന്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ് യൂറോപ്പിൽ സമ്മർ ടൈം എന്നറിയപ്പെടുന്നത്. ഈ സമ്മറിൽ പോലും ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ മഞ്ഞു മൂടിയ മലനിരകൾ നമുക്ക് കാണുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിന്ററിലൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗണ്ട് ടിറ്റ്ലിസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചത് വേറൊന്നുമല്ല, ഇത്രയും ഒരു ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് വരും അവർ എത്ര മനോഹരമായിട്ടാണ്, എത്ര സൗകര്യപ്രദമായിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരിക്കലും ഒരു കേബിൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളോ, ഇത്ര ഓൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ആ രീതിയിലാണ് ഇവിടെ എല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത്രയ്ക്കാണ് ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ബാഗിലൊക്കെ കരുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. തേജുവിന് അത്യാവശ്യ ഭക്ഷണമൊക്കെ സൂര്യ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിലിട്ട് കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ സമ്മർ സമയത്തായാൽ പോലും ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നല്ല വിൻ്റർ ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കയറാനായിട്ട്. അത് ഞങ്ങൾ ഈ കറങ്ങുന്ന ആ ഗൊണ്ടോളയിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. തേജുവിന് നല്ലൊരു ജാക്കറ്റൊക്കെ ഇടിച്ചു. കുടിയുള്ള ജാക്കറ്റാണ്. അതുകൊണ്ട് തണുപ്പിനെ നന്നായിട്ട് ഭേദിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സായിരിക്കണം നമ്മൾ ഈ സെക്കൻഡ് ഫേസിൽ, എസ്പെഷ്യലി ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത്. നമ്മളിത് ടിറ്റ്ലിസിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്.
എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രം. അയ്യോ. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ ഇങ്ങനെ ഉല്ലസിക്കാനുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. എവിടെ നോക്കിയാലും മഞ്ഞ് മൂടിയ മലനിരകൾ മാത്രം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. മഞ്ഞ് വാരി എറിയുക, അവിടെ പല പല അഭ്യാസങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ അങ്ങോട്ട് നടക്കാനായിട്ട് ഇങ്ങനെ ഷീറ്റുകൾ വിരിച്ചിട്ടുണ്ട്. കാരണം നമ്മളവിടെ സ്ലിപ്പ് ചെയ്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഒരു സൈഡിലായിട്ട് റോപ്പ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആ റോപ്പിൽ പിടിച്ച് കയറാനും ഇറങ്ങാനൊക്കെ അത് സഹായിക്കും. ഹായ്, അങ്ങനെ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞപ്പോൾ what an incredible view. Yes friends, see the snow mountains in my background. Titlis, titlis, titlis. അതിമനോഹരമായ മൗണ്ട് ടിറ്റ്ലിസ് കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ്, അതായത് എങ്കിൾബർഗിലേക്ക്. അതിനായിട്ട് ആദ്യം ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താഴെ സ്റ്റാഡിലേക്ക് എത്തണം. സ്റ്റാഡിൽ നിന്നാണ് നമ്മൾ വന്ന പോലെ തന്നെ കേബിൾ കാർ വഴി വീണ്ടും എങ്കിൾബർഗിലേക്ക്. ആ പറക്കുന്തളിക പോലെയുള്ള ആ വാഹനത്തിൽ കയറിയാണ് ഇപ്പോൾ നമ്മൾ താഴേക്ക് പോകുന്നത്. എത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു രണ്ടാമത്തെ ഫേസ് നമുക്ക് സമ്മാനിക്കുന്നത്. മഞ്ഞു മൂടിയ മലനിരകളാണ് ഈ രണ്ടാമത്തെ ഫേസിൽ കാണുന്നത്. എന്നാൽ ആദ്യത്തെ ഫേസ് കടന്നു വരുമ്പോൾ പുൽമേടുകളും അതുപോലെ തന്നെ വരണ്ട ഭൂപ്രകൃതിയാണ്, പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാൻഡിൽ നിന്ന് എങ്കിൾബർഗിലേക്കുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്. ഒന്നാം ഘട്ട യാത്ര തന്നെയാണിത്. പച്ച പൊതിച്ചു നിൽക്കുന്ന മലനിരകളും അതുപോലെ നീല തടാകങ്ങളൊക്കെ അങ്ങ് അകലെ കാണാൻ പറ്റും. അതെല്ലാം കണ്ടുകൊണ്ടുള്ള ഈ ഒരു മടക്കയാത്രയും നല്ല ആസ്വാദികരം തന്നെയായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചെറിയൊരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളിൽ വെച്ച ഒരു കുഞ്ഞൻ രാജ്യം. ആ രാജ്യത്ത് ഇത്രയധികം ആകർഷണങ്ങൾ, അതായത് എവിടെ നോക്കിയാലും നല്ലൊരു ഫ്രെയിമാണ് ഈ സ്വിറ്റ്സർലൻഡിൽ. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പല രീതിയിലും എത്ര ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്ത് പോലും നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ രാജ്യം ഒന്നാമതല്ലാതാവുക? അത്രയ്ക്ക് രസമാണ്. വെറുതെ അല്ല സ്വിറ്റ്സർലൻഡ് ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നത്. മൗണ്ട് ടിറ്റ്ലിസിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ എങ്കിൾബർഗ് താഴ്വരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മൗണ്ട് ഓഫ് ഏഞ്ചൽസ് എന്നതാണ് ഈ എങ്കിൾബർഗ് അറിയപ്പെടുന്നത്. ശരിക്കും സ്വിറ്റ്സർലൻഡിലെ ഒരു മൗണ്ടൻ റിസോർട്ടാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റും ആൽപ്സ് പർവ്വതനിരകളാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ ഭംഗി എന്തായിരിക്കുമെന്ന്. ഇത് കണ്ടില്ലേ, ആ നല്ല രീതിയിൽ ഒഴുകുന്ന ഒരു അരുവി, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ നമുക്ക് ആൽപ്സിൻ്റെ മലനിരകൾ ഇങ്ങനെ കാണാം. മഞ്ഞുമൂടിയ മലനിരകൾ അങ്ങാകലെ കാണുന്നുണ്ട്. ശരിക്കും ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ എങ്കിൾബർഗ് മുനിസിപ്പാലിറ്റിയെ ഒരു ടൂറിസം കേന്ദ്രമാക്കാനായിട്ട് തീരുമാനിച്ചത്. അതായത് അന്നത്തെ ഭരണാധികാരികൾ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ട്രെക്കിങ്ങിനും അതുപോലെ വിൻ്റർ സ്കീയിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ഗതാഗത മാർഗങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ടിറ്റ്ലിസിലേക്കുള്ള യാത്ര. അങ്ങനെ ആ ഗംഭീര യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ലുസേണിലെത്തി. ഞങ്ങളുടെ ഹോട്ടൽ ഈ സിറ്റിയോട് ചേർന്നാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒന്ന് വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് നേരെ കാണുന്ന കാഴ്ചകൾ ഈ ചേപ്പൽ ബ്രിഡ്ജും അതുപോലെ ലുസേൺ നദി, ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ വൈകുന്നേരം ബാക്കിയുള്ള സമയം അവിടേക്ക് ചിലവഴിക്കാൻ തീരുമാനിച്ചു. കാരണം വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാണ്. ആളുകളുടെ തിരക്ക് അത്രയ്ക്കില്ല, എന്നാലും നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ആ ലുസേൺ നദിയും അതുപോലെ സൂര്യാസ്തമയ സമയത്തൊക്കെ കാണുമ്പോൾ ഒരു റൊമാൻറ്റിക് ഒരു അന്തരീക്ഷം തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നദിയുടെ കുറുകെയുള്ള പാലങ്ങളുടെ ഇരുവശങ്ങളിൽ നിരവധി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സൂര്യാസ്തമയം കാണാം. അതുപോലെ ചേപ്പൽ ബ്രിഡ്ജിന്റെ മനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് വീക്ഷിക്കാം. ലുസേൺ നദിയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. കാലാവസ്ഥയാണെങ്കിലോ അതിഗംഭീരം, നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷം. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും. പിന്നെ ഈ ഏരിയ ആണെങ്കിൽ വാഹനങ്ങൾ അധികം വരുന്നില്ല, കാർ ഫ്രീ ഏരിയയാണ്. അതുകൊണ്ട് തേജു ആ നിരത്തുകളിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. നമുക്ക് ടെൻഷനില്ല, വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന ആളുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ പല പല ആക്ഷൻസൊക്കെ കാണിക്കുന്നു, സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നദിയുടെ ഇരുവശങ്ങളിൽ നിരവധി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്.
ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നല്ല സംഗീതം കേൾക്കുന്നു, അതുപോലെ ഫുഡിൻ്റെ സ്മെൽ. അത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നി. എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ 1-2 റെസ്റ്റോറൻറ്റ്സിൻ്റെ സമീപത്തേക്ക് നടന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ് ചെന്നത്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ലുസൈൻ സിറ്റിയും ആ ലുസൈൻ നദിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാമല്ലോ. സമയം കുറേ ആയി, എന്നാലും ഹോട്ടലിൽ വെറുതെ പോയിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വെളിച്ചമുള്ളതുകൊണ്ട് കുറച്ചുകൂടി സമയം ഇവിടെ നിന്ന് ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. ചാപ്പൽ ബ്രിഡ്ജും ആ ടവറിൻ്റെ ഒക്കെ ഭംഗി കുറച്ചുകൂടി ഒന്ന് ആസ്വദിക്കാം. ലുസൈൻ, ഇന്റർലേക്കൻ തുടങ്ങിയ നഗരങ്ങൾ അറിയപ്പെടുന്ന ഈ യുങ്ഫ്രോ ഏരിയയിൽ എത്ര നേരം ഇരുന്നാലും നമ്മൾക്ക് മതിയാകില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ലുസൈനിലെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുന്നു. നാളെ ഞങ്ങൾ ലിച്ചൻസ്റ്റീനിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.